Hi dear students, let us begin our physics class. Today we are discussing heating effect of electric current. Electric heating appliances are working on the basis of heating effect. Here electrical energy is converted into heat energy. In such appliances containing heating coil. What are the examples of heating appliances? That are iron box, electric stove, water heater, etc. are these examples. These types of electrical appliances containing heating coil. Heating coil are made of nichrome. It is very important. Heating coil are made of nichrome. Nichrome is an alloy of nickel, ക്രോമിയം ആൻഡ് അയൺ. എന്താ അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം മെറ്റൽസ് ജോയിൻ ചെയ്തത് അല്ലേ. ഇവിടെ ഏതൊക്കെയുണ്ട്? നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. സോ ഹീറ്റിംഗ് കോയിൽ ഈസ് മേഡ് അപ്പ് ഓഫ് നിക്രോം. നിക്രോം ഈസ് എൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. നെക്സ്റ്റ് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് നിക്രോം ഓർ വൈ വി ആർ യൂസിങ് nichrome to make a heating coil, or what are the advantages of nichrome, etc. This is also very important. The first point is high resistivity, which means that nichrome have high resistivity. Second point, high melting point. Third one, ability to remain red hot condition for long time without getting oxidized. These are the advantages. But the third point, ability to remain red hot condition for a long time without getting oxidized. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ്. എന്താ പറയുന്നത്? കുറേ നന്നായിട്ട് ചൂടാകുമ്പോൾ സാധാരണ എല്ലാം എന്താവും? കത്തും. പക്ഷേ ഇവിടെ നിക്രോം എന്താവില്ല? കത്താതെ നിൽക്കും. എങ്ങനെ തന്നെയാണ് നിൽക്കുക? മുപ്പര് റെഡ് ഹോട്ട് ചൂടായിക്കൊണ്ടേ നിൽക്കും. ഒരിക്കലും എന്താവില്ല? കത്തില്ല. സോ ദീസ് ആർ ദ 3 points. Look at this picture. Here microwave oven and induction cooker. These are also electric heating appliances. But these two appliances have no heating coil. Then how it's work? In the case of microwave oven, there is a microwaves are there. So microwaves are using to make heat or help to make heat. And the case of induction cooker uses eddy current. അപ്പോൾ മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവ്സും ഇൻഡക്ഷൻ കുക്കറിലെ എഡി കറൻറ്റുമാണ് എന്താകുന്നത്? ഇലക്ട്രിക് കറൻറ്റിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്. എപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും ഉണ്ടാകുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന 2 വേർഡാണ് ഷോർട്ട് സർക്യൂട്ട് അല്ലേ. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആവാം അല്ലെങ്കിൽ ഓവർലോഡ് ആവാം. നമ്മുടെ വീട്ടിൽ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊരു കാര്യമാണത്. എന്താണ് ഷോർട്ട് സർക്യൂട്ട്? എന്താണ് ഓവർലോഡ്? എന്താണ് ഷോർട്ട് സർക്യൂട്ട്? ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി, അല്ലെങ്കിലോ ദ 2 wires ഫ്രം ദ മെയിൻസ് കം ഇൻ ടു കോണ്ടാക്ട് വിതൗട്ട് ദി പ്രസൻസ് ഓഫ് എ റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ. ദേ ആർ സെറ്റ് ടു ബി ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. എന്താ പറഞ്ഞത്? ഒന്നെങ്കിൽ 2 ടെർമിനൽസ്, 2 അറ്റങ്ങൾ നെഗറ്റീവും പോസിറ്റീവും കൂടെ കൂട്ടിമുട്ടുന്നു, അതല്ലെങ്കിൽ 2 വയർ തമ്മിൽ കൂട്ടിമുട്ടുക. എങ്ങനെ? അതിൻ്റെ ഇടയിൽ നമുക്കറിയാം ഇൻസുലേഷനൊക്കെ കൊടുക്കില്ല. ആ ഇൻസുലേഷനൊക്കെ പോയി കഴിഞ്ഞിട്ട് കാറ്റടിക്കുമ്പോഴൊക്കെ അത് തട്ടും. അപ്പോഴാണ് എന്തുണ്ടാവുക? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക. നെക്സ്റ്റ് ഈസ് ഓവർലോഡിങ്. എന്താ ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the total power of all the appliances connected to it is more than what the circuit can withstand. എന്താ പറഞ്ഞത്? നമ്മുടെ സർക്യൂട്ട് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ നമ്മൾ അറ്റ് എ ടൈമിൽ കറണ്ട് പവർ അങ്ങ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളെ വീട്ടിലിപ്പോൾ കറണ്ട് ഉണ്ട്. നിങ്ങളെ വീട്ടിനകത്ത് ഒരുപാട് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉണ്ട്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, അയൺ ബോക്സ് എല്ലാം ഉണ്ട്, മോട്ടർ, നല്ല പവർ യൂസ് ചെയ്യുന്ന ഒരുപാട് ഇലക്ട്രിക്കൽ അപ്ലയൻസ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വർക്ക് ചെയ്ത് നോക്കി മോസ്റ്റ്ലി നിങ്ങളെ വീട്ടിലെ ഫ്യൂസ് ഇപ്പം അടിച്ചു പോകും
അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓവർലോഡിങ്. താങ്ങാൻ പറ്റാവുന്നതിലധികം. നിങ്ങൾ പറയാറില്ലേ പഠിക്കാൻ ഭയങ്കര ഓവർലോഡാണ്. എന്താണ് സംഭവം? നിങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിൽ കൂടുതൽ. ദാറ്റ് ഈസ് ഓൾസോ ഓവർലോഡിങ്. ക്ലിയർ? ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സേഫ്റ്റി ഫ്യൂസ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. എപ്പോഴും ഈ സേഫ്റ്റി ഫ്യൂസിനകത്ത് പറയുന്ന എല്ലാം പഠിച്ചു വെക്കണം. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ്. ഷുവറായിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. സോ വാട്ട് ഈസ് സേഫ്റ്റി ഫ്യൂസ്? Safety fuse is working on the basis of heating effect, or safety fuse is a device that works on the heating effect of electric current. The safety fuse is made up of an alloy of tin and lead, and the important part of safety fuse is fuse wire. This fuse wire is connected series in a circuit, and the fuse wire has low melting point. ഈ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? സേഫ്റ്റി ഫ്യൂസസ് വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എൻ അലോയ്. ദ മെയിൻ പാർട്ട് ഓഫ് സേഫ്റ്റി ഫ്യൂസ് ഈസ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ ഈസ് എൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ദ ഫ്യൂസ് വയർ ഹാസ് low melting point. So these points are very important. It is works on the heating effect of electric current. Main part of safety fuse is fuse wire. Fuse wire is an alloy of tin and lead, and fuse wire has low melting point. Clear? നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. Fuse wires are connected in series in a circuit. എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് ഫ്യൂസ് വയർ കണക്ട് ചെയ്യുക, അല്ലേ? ഇനി അതിനകത്തുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് ദ ഫ്യൂസ് യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് കോൾഡ് സേഫ്റ്റി ഫ്യൂസ്? എക്സ്പ്ലെയിൻ. ഓർ ഫ്യൂസ് വയേഴ്സ് ആണ്, നമ്മൾ ഫ്യൂസ് വയറിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. എപ്പോഴാണ് നമ്മളെ സേഫ്റ്റി ഫ്യൂസിൻ്റെ യൂസ്, എപ്പോഴാണ് അത് മെൽറ്റ് ചെയ്തിട്ട് ഫ്യൂസായി പോയി എന്ന് പറയുന്നില്ല, അത് എപ്പോഴാണ് സംഭവിക്കുക? ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡിങ്ങോ ഉണ്ടാകുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്നറിയാമോ? അതായത് നോർമലി നമ്മുടെ മീറ്ററിലൂടെ ഫ്യൂസ് വയറിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. അപ്പോൾ ഒരു കുഴപ്പമില്ല. കറണ്ട് പോകുമ്പം ചെറിയ രീതിയിൽ അവിടെ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് അവർ മൂപ്പരെന്ത് ചെയ്യും? സറൗണ്ടിങ്സിലേക്കൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. പക്ഷേ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടാകുമ്പോൾ കണ്ടമാനം എക്സസ് ആയിട്ട് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. എക്സസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ധാരാളം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് ആരെ മെൽറ്റ് ചെയ്യും? ഫ്യൂസ് വയറിനെ മെൽറ്റ് ചെയ്യും. ക്ലിയർ? അപ്പോൾ അവിടെ നമ്മളെ സർക്യൂട്ട് അവിടെ ബ്രേക്കായി. ഇനി അത് ബ്രേക്കായില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇറ്റ് വാസ് വെരി ഡേഞ്ചറസ് ടു അസ്, പിന്നെയോ അവർ ഇലക്ട്രിക്കൽ ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് എക്സെട്ര. അല്ലേ? കണ്ടമാനം കറണ്ട് എത്തി എന്താവും? വീടടിച്ച് കത്തിപ്പോവും. അവൻ അതിനകത്ത് നമ്മളും നമ്മളെ അപ്ലയൻസും എല്ലാം നശിച്ചു പോകും. അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ആര്? സേഫ്റ്റി ഫ്യൂസ്. അതുകൊണ്ടാണ് നമ്മളെ ഈ ഫ്യൂസിനെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കാനുള്ള കാരണം. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അങ്ങനെ തന്നെ പറയണം. Safety fuse is a device which protect us and the appliances from the danger when an excess current flow through the circuit. സർക്യൂട്ടിലൂടെ എക്സസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പം അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് ആര്? സേഫ്റ്റി ഫ്യൂസ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Next is, what are the precautions to be taken when a fuse wire is included in a household wiring? നമ്മുടെ വീട്ടിൽ ഈ ഫ്യൂസ് വയർ വെക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രിക്കോഷൻസ് വേണം എടുക്കാൻ? ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം, ഫ്യൂസ് വയർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി കണക്റ്റഡ് ഇൻ സീരീസ്. പിന്നെയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ ആംബിയറേജ് എന്തായിരിക്കണം? അപ്രോപ്രിയേറ്റ് ആംബിയറേജ് വേണം എടുക്കാൻ. ഫ്യൂസ് വയർ ഷുഡ് ഹാവ് അപ്രോപ്രിയേറ്റ് ആംബിയറേജ്. അടുത്ത പോയിൻ്റ് എന്താ? അതായത് നമ്മുടെ ഫ്യൂസ് വയറിന് 2 അറ്റങ്ങൾ 2 സ്ക്രൂ പോലത്തെ ഒരു സ്ഥലം കാണാം. അവിടെ നമ്മൾ കറക്റ്റായിട്ട് ഫേംലി അപ്രോപ്രിയേറ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്ത് കണക്ട് ചെയ്യണം. ദ എൻഡ്സ് ഓഫ് ദ വയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിൻറ്റ്സ്. കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സിൽ അവിടെ ഫിക്സ് ചെയ്യണം.
പിന്നെയോ അതിൻ്റെ ബാക്കിയുള്ള വയർ എങ്ങനെയെങ്കിലും കിടന്നോട്ടെ എന്നാണോ? അല്ല. ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് ബി പ്രൊജക്റ്റ് ഔട്ട് ഓഫ് ദ കാരിയർ ബേസ്. വയർ പുറത്തേക്ക് തൂങ്ങി കിടക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഇങ്ങനെ ചുറ്റി വെക്കുക ചെയ്യാം. കറക്റ്റായിട്ട് ആ അറ്റത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ അവിടെ അങ്ങനെ കറക്റ്റ് ചുറ്റി വെക്കും. പുറത്തോട്ടേക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മൾ ഫ്യൂസ് വയറെ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ഫ്യൂസ് വയർ. ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാം. ഇത് പഠിച്ചു വെച്ചാൽ മതി. എങ്ങനെയാണ് ഫ്യൂസ് വയർ വർക്ക് ചെയ്യുന്നത്? അതായത് വെൻ ഓവർലോഡിങ് ഓർ ഷോർട്ട് സർക്യൂട്ട് ഒക്കേഴ്സ്, കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇൻക്രീസസ്. ക്ലിയർ അല്ലേ? കറണ്ട് കൂടി വരും. അപ്പോൾ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? കറണ്ട് കൂടുന്നതിനനുസരിച്ച് എക്സസ് ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദ ഫ്യൂസ് വയർ. ഫ്യൂസ് വയറിൽ എക്സസ് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഡ്യൂ ടു ദിസ് എക്സസ് ഹീറ്റ് ഫ്യൂസ് വയർ മെൽറ്റ് because of its low melting point. That time the circuit is broken. വളരെ സിമ്പിളായിട്ട് നിങ്ങളെ ഫ്യൂസ് വയറുമായിട്ട് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതെന്താണ്? ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടും നടക്കുമ്പോൾ കറണ്ട് നന്നായിട്ട് സർക്യൂട്ടിലൂടെ ഒഴുകും. കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് ഇൻക്രീസസ്. അപ്പോൾ അവിടെ ഹീറ്റ് കണ്ടമാനം പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടമാനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യും. കാരണം നമുക്കറിയാം എന്താണ്? ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിൻ്റാണ്. ഫ്യൂസ് വയർ അവിടെ ഉരുകിയാൽ എന്ത് ചെയ്യും? ആ സർക്യൂട്ട് അവിടെ പൊട്ടിപ്പോയി, ബ്രോക്കണായി. ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ഫ്യൂസ് വയർ. നന്നായിട്ട് ഈ ഭാഗം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ഈസ് ആംബിയറേജ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പവർ ഓഫ് എൻ എക്യുപ്മെൻറ്റ് ടു ദി വോൾട്ടേജ് അപ്ലൈഡ്. അല്ലേ? നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ് ആംബിയർ. അതായത് കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംബിയർ. അപ്പം ചില ക്വസ്റ്റ്യൻസിൽ പ്രോബ്ലത്തിൽ കറണ്ട് കാണാൻ വേണ്ടി തരും. നിങ്ങളവിടെ ഇക്വേഷനിൽ Q/T അല്ലെങ്കിൽ നമ്മളെ ഓംസ് ലോൻ്റെ V/R ഒന്നും ഉണ്ടാവില്ല. അവിടെ ചിലപ്പം വാട്ടേജും വോൾട്ടേജും ആവും തരാം. എന്താ ഈ വാട്ടേജ് എന്ന് പറഞ്ഞാൽ? പവറാണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വാട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും, അല്ലെങ്കിൽ ആംബിയറേജ് കിട്ടും. ഇനി ഇപ്പം നമ്മളൊരു സർക്യൂട്ടിലൂടെ നല്ലോണം കറണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അല്ലെങ്കിൽ ആംബിയറേജ് കൂട്ടാൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ആ കറണ്ട് പോകുന്ന വയർ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ തിക്നെസ് നമ്മൾ കൂട്ടുക. കണ്ടക്ടറിൻ്റെ തിക്നെസ് നമ്മൾ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നമുക്ക് എന്ത് കൂടും? കറണ്ട് കൂടാൻ സാധിക്കും. ക്ലിയർ? അതായത് തിക്നെസ് കൂട്ടിയാൽ കറണ്ട് കൂടും, തിക്നെസ് കുറച്ചാൽ കറണ്ട് കുറയും. സോ നന്നായിട്ട് ഈ ഭാഗം പഠിക്കുക. സ്റ്റഡി വെൽ ആൻഡ് താങ്ക് യു.